ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന വാർത്ത പ്രചരിച്ചിരുന്നു. കവിളുകൾ ഒട്ടി മെലിഞ്ഞ ശരീരത്തോടെയുള്ള സുനിതയുടെ ചിത്രങ്ങളും പ്രചരിച്ചു. ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിതയുടെയും ബിച്ച് വിൽമോറിൻ്റെയും ചിത്രങ്ങൾ നാസയാണ് പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് ഇരുവരുടെയും ആരോഗ്യനിലയെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർന്നത്. ബഹിരാകാശ നിലയത്തിൽ ദീർഘനാൾ കഴിയേണ്ടി വന്നതിലുള്ള സ്വാഭാവിക സമ്മർദ്ദമാണ് സുനിതയുടെ മാറ്റങ്ങൾക്ക് പിന്നിലെന്നാണ് വിദഗ്ധർ പറഞ്ഞത്. അതിനിടെയാണ് ആശങ്ക ഉയർത്തുന്ന മറ്റൊരു റിപ്പോർട്ട് വന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിഷവാതക സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളുമായി പ്രോഗ്രസ് MS-29 എന്ന ബഹിരാകാശ പേടകം എത്തിയിരുന്നു. ഈ പേടകം തുറന്നപ്പോഴാണ് വിഷവാതക സാന്നിധ്യമുണ്ടായത്. പേടകം തുറന്നപ്പോൾ ബഹിരാകാശ കേന്ദ്രത്തിനുള്ളിൽ ദുർഗന്ധം വ്യാപിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, പേടകത്തിനുള്ളിൽ ജലകണികകൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടിലുണ്ട്. ഇക്കാര്യം സുനിത വില്യംസ് ഭൂമിയിലെ നാസയുടെ കൺട്രോൾ സ്റ്റേഷനിൽ അറിയിച്ചു. സുനിത വില്യംസും ബുച്ച് വിൽമറും ഉടൻ തന്നെ PPE കിറ്റ് ധരിച്ച് അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറെടുത്തു. അപകടം ഒഴിവാക്കാൻ ഉടൻ തന്നെ പേടകം അയക്കുകയും അതിനെ ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്തതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തുടർന്ന് ബഹിരാകാശ നിലയത്തിലെ വായുവിനെ ദോഷകരമായ കണങ്ങൾ, അണുക്കൾ, പദാർത്ഥങ്ങൾ എന്നിവയെ അരിച്ചു മാറ്റുന്നതിനുള്ള സംവിധാനമായ എയർ സ്ക്രബിംഗ് സംവിധാനം ഉപയോഗിച്ച് ശുദ്ധമാക്കി. വളരെ പെട്ടെന്ന് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തു. അതിനാൽ സുനിത വില്യംസിൻ്റെയും ബുച്ച് വിൽമറിൻ്റെയും ആരോഗ്യത്തിന് ഭീഷണി ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ നിലയത്തിനുള്ളിലെ വായുവിൻ്റെ നിലവാരം നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങളില്ലെന്ന് നാസ അറിയിച്ചു. ദുർഗന്ധത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ പരിശോധന നടക്കുകയാണ്. ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയ പ്രോഗ്രസ് പേടകത്തിൽ നിന്നാണോ അതോ നിലയത്തിലെ തന്നെ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നാണോ ദുർഗന്ധം ഉണ്ടായതെന്നാണ് പരിശോധിക്കുന്നത്. 6 മാസം കൂടി പ്രോഗ്രസ് MS-29 പേടകം ബഹിരാകാശ നിലയത്തിൽ തുടരും. ഇതിനുശേഷം ഇത് തിരികെ ഭൂമിയിലേക്ക് മടങ്ങി വരും. ബോയിങ് നിർമ്മിച്ച സ്റ്റാർലൈനർ പേടകത്തിലാണ് ഇവർ നിലയത്തിലെത്തിയത്. പേടകത്തിലെ സാങ്കേതിക തകരാറുകൾ മൂലം ഇവരുടെ തിരിച്ചുവരവ് മുടങ്ങി. കഴിഞ്ഞ ജൂൺ മുതൽ സുനിത വില്യംസും ബുച്ച് വിൽമറും ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. വെള്ളവും ഭക്ഷണവും അടക്കം കഠിനമായ നിയന്ത്രണത്തിലാണ് ഇവർ നിലയത്തിനുള്ളിൽ തുടരുന്നത്. ഇവരെ തിരികെ എത്തിക്കാൻ SpaceXൻ്റെ ഡ്രാഗൺ ക്യാപ്സ്യൂൾ അയക്കാനാണ് നാസ പദ്ധതിയിടുന്നത്. 2005 ഫെബ്രുവരിയിലെ ഇതിൻ്റെ വിക്ഷേപണം നടക്കുകയുള്ളൂ. അതുവരെ ഇരുവരും ബഹിരാകാശത്ത് കഴിയേണ്ടി വരും എന്നാണ് വിവരം.